പക്ഷേ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇപ്പോഴത്തെ ഗവർണർ ആർലേക്കറും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം, ഈ ആരിഫ് മുഹമ്മദ് ഖാൻ പൊതുവിഷയങ്ങളിലൊക്കെ ഇടപെടുന്നു. സർക്കാരിനെതിരെ പോലും ഒരു പരിധിവരെ രാഷ്ട്രീയ വിമർശനം പോലും ഉന്നയിക്കാൻ മടി കാണിക്കാതിരുന്ന ഒരു ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പോൾ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞു പോയപ്പോൾ നേരിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു CPM-ന്, പ്രത്യേകിച്ച് സർക്കാരിന്. പക്ഷേ ആർലേക്കർ വന്നപ്പോൾ അദ്ദേഹം ഈ പൊതുവിഷയങ്ങളിൽ ഇടപെടുന്നില്ല എന്നത് ശരി തന്നെ, പക്ഷേ ഐഡിയോളജി നമ്മുടെ രാഷ്ട്രീയപരമായി വിശ്വാസപരമായൊക്കെ വലിയൊരു പ്രശ്നം തന്നെയാണ് അദ്ദേഹം ഉണ്ടാക്കി വെക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഭാരതാംബ വിഷയമടക്കം ഈ കേരള യൂണിവേഴ്സിറ്റി VC-മാരുടെ നിയമനം സംബന്ധിച്ചുള്ള വിഷയങ്ങളിലടക്കം കടുത്ത നിലപാട്, അതായത് ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇത്തിരി കൂടി ഭേദം എന്ന് ചിന്തിക്കുന്ന തരത്തിലോട്ടൊക്കെ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് ശ്രമം നേരത്തെ തന്നെ മുഖ്യമന്ത്രി അദ്ദേഹം രാജ്ഭവനിൽ കണ്ട് കൂടിക്കാഴ്ച നടത്തുകയും ആർലേക്കർ സ്വന്തം നിലയിൽ നേരത്തെ കേരള ഹൗസിൽ MP-മാരുടെ അടക്കം സമ്മേളനം വിളിച്ചു ചേർത്ത് കേരളത്തിന് വേണ്ടി ഒരു പൊതു സമീപനം സ്വീകരിക്കണമെന്നൊക്കെ ഒരു ചരിത്രപരമായ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയ ഒരാളാണ്. അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം തുറന്ന മനസ്സ് സ്വീകരിക്കുന്നു, ചില കാര്യങ്ങളിലൊക്കെ കടുകട്ടി നിലപാടാണ്. അപ്പോൾ അദ്ദേഹത്തെ അനുനയിപ്പിക്കേണ്ടത് ഇപ്പോൾ CPM-ൻ്റെ ആവശ്യമാണ്. കാരണം തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഒരു പോരിലേക്ക് പോയാൽ കാര്യങ്ങൾ അത്ര സുഖമാവില്ല, ബില്ലുകളൊന്നും പാസ്സായി കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു ലക്ഷ്യം കൂടി വെച്ചുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ അനുനയിപ്പിക്കാനൊരു നീക്കം നടക്കുന്നത്. അതെ അതെ, എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല തീർച്ചയായിട്ടും ആർലേക്കർ. അതെ, അവർ തമ്മിലുള്ള വ്യത്യാസം പലതാണ്. ഒന്ന്, ഒരു കുട്ടിക്കുറുമ്പൻ്റെ തലയെടുപ്പോടെ നാട് മുഴുവൻ നടന്ന് പോരടിക്കുകയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അത് അദ്ദേഹത്തിൻ്റെ രീതിയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം തെരുവ് രാഷ്ട്രീയക്കാരനായി വന്നതാണ്. രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു അദ്ദേഹം. രാജീവ് ഗാന്ധി ചോദ്യം ചെയ്യപ്പെടാത്ത വലിയ വലിയ ഭൂരിപക്ഷത്തോടെ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് രാജീവ് ഗാന്ധിയോട് കലഹിച്ച് പുറത്തിറങ്ങി പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അതിൻ്റെ ഒരു പാരമ്പര്യം, ഒരു പോരാളിയുടെ ഒരു വീര്യം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. പക്ഷെ ഒരു ഗവർണർ പദവിയിലിരിക്കുമ്പോൾ അതാണോ സ്വീകരിക്കേണ്ട രീതിശാസ്ത്രം, അങ്ങനെ പ്രശ്നമുണ്ട്. പൊരുതാം, പക്ഷേ ആ പോരാട്ടത്തിന് പരിമിതിയുണ്ട്. ഒന്ന്, ഗവർണർ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിനും രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും വേണ്ടി അദ്ദേഹം ചെയ്ത സേവനങ്ങളെ കണക്കാക്കി അതിന് കൊടുക്കുന്നൊരു പ്രതിഫലമാണ്. ഭരണഘടനാ പദവിയാണ്, അത് ഏറ്റവും വലിയ പദവിയാണ്, എല്ലാ ഗവൺമെൻറ് ഉത്തരവിൻ്റെയും അടിയിൽ ഒപ്പുവെക്കുന്ന ആളാണ് എന്നൊക്കെ ശരിയാത് ആണെങ്കിലും അത് ജനാധിപത്യത്തിലെ ഒരു അലങ്കാര പദവിയാണ്. നമുക്കറിയാം, തിരഞ്ഞെടുക്കപ്പെട്ടത് ആരോ അവരാണ് ജനാധിപത്യത്തിലെ ഏറ്റവും, ജനങ്ങൾ തിരഞ്ഞെടുത്തവർ തന്നെയാണ് ഏറ്റവും ടോപ്പ്. അതുകൊണ്ട് ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ അധികാരി. രണ്ടാമത്തെ അധികാരി ആരാണ്? ആ സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന വ്യക്തമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിയമിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അതാണ് എക്സിക്യൂട്ടീവ്. ആ രണ്ടിലുമല്ലല്ലോ ഗവർണർ, തിരഞ്ഞെടുക്കപ്പെടുന്നതുമല്ല, കൃത്യമായ മാനദണ്ഡപ്രകാരം കോമ്പീറ്റൻ്റ് ആയിട്ട് ഏത് ഇന്ത്യൻ പൗരനും മത്സരിച്ചെത്താവുന്ന ഒരു ഉദ്യോഗവുമല്ല. കേന്ദ്ര ഗവൺമെൻറ് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് മീതെ വെക്കുന്ന ഒരു അലങ്കാര പദവിയാണ്. ജനാധിപത്യത്തിൽ അതിൻ്റെ സൗന്ദര്യം എന്താണ്? ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു ബ്രിഡ്ജാണ്. അവർ തമ്മിൽ രമ്യതയിൽ കൊണ്ടുപോകാനും രാജ്യത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കൂടുതൽ നന്മകൾ കിട്ടാനും കേന്ദ്രവും കേരളവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സുതാര്യമാക്കാനും സുഗമമാക്കാനും ഒക്കെ ഉള്ളൊരു പണിയാണ്. അത് നിർവഹിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഗവർണർ ഇഷ്യൂ ആയിരുന്നില്ല. അതിന് പകരം ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് അതിൻ്റെ രാഷ്ട്രീയം ഉണ്ടാവും, കേരള ഗവൺമെൻറ്റിന് അതിൻ്റെ രാഷ്ട്രീയം ഉണ്ടാവും. അത് തമ്മിൽ അടിയുണ്ടാക്കാനുള്ളതല്ല. എപ്പോഴും അത് ആശയപരമായി വിയോജിപ്പുള്ളപ്പോഴും അധികാരം എന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന പരമമായ ഓർമ്മ വേണം. അപ്പോൾ സഹകരിച്ചു പോകണം, അതാണ് ചിന്തിക്കേണ്ടത്. അത് ആരിഫ് മുഹമ്മദ് ഖാൻ ഒട്ടും അങ്ങനെ ആയിരുന്നില്ല. ഒരു പോരാളി പോരടിച്ചുകൊണ്ടേയിരുന്നു. മാത്രമല്ല, അദ്ദേഹം മുഖ്യമന്ത്രിയുമായി പങ്കിട്ട വേദികൾ ഓർമ്മയുണ്ടോ പ്രേമന്? ആ വേദികളിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ചക്കളത്തിപ്പോര് പോലെ എന്നാണ് ഞങ്ങൾ പറയുക മലബാറിൽ. ചക്കളത്തിപ്പോര് എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിൻ്റെ 2 ഭാര്യമാർ കല്യാണത്തിനും എല്ലാം ഒരുമിച്ച് കൂടും ആളുകളെ കാണിക്കാൻ. അവളേക്കാൾ നല്ല വസ്ത്രവും അവളേക്കാൾ നല്ല ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് പ്രദർശിപ്പിക്കും, പക്ഷെ കണ്ടാൽ മിണ്ടൂല. അതാണ്, അതുപോലെ ഒരു പോരായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. പക്ഷെ ആർലേക്കർ അങ്ങനെ ആയിരുന്നില്ല. ആർലേക്കർ വന്ന കാലത്ത് തന്നെ വ്യത്യാസം കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെത് ഈ തെരുവ് പോരാട്ടത്തിൻ്റെ മാർഗമല്ല, ആശയപരമായ സംവാദത്തിൻ്റെ ഒരു മാർഗമാണ് അദ്ദേഹം തുറന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് ആശയപരമായ സംവാദങ്ങൾ തുടരുമ്പോൾ തന്നെ ഓർമ്മയുണ്ടല്ലോ, അദ്ദേഹം രാജ്ഭവനിൽ വലിയ സംവാദവേദിയാക്കി മാറ്റി. രാജ്ഭവനിൽ വലിയ ബുദ്ധിജീവികളെ കൊണ്ടുവന്ന് രാഷ്ട്രീയ സംവാദങ്ങൾ, തീർച്ചയായിട്ടും RSSന് അനുകൂലമായ ആളുകളെ അവർ കൊണ്ടുവരും. കാരണം അദ്ദേഹം RSS ആണ്,
കേന്ദ്ര ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്നവരെ അദ്ദേഹം കൊണ്ടുവരും. അതിന് താല്പര്യമുള്ളവർ പോയാൽ മതി. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി കേരളത്തിൽ വന്ന് ഗവർണറുടെ വേദിയിൽ സംസാരിക്കുന്ന ഒരു വേദി ഉണ്ടാക്കി. അപ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷനാണ്. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം, അതാണല്ലോ സംവാദം. നിങ്ങൾക്ക് ഒപ്പം ഇൻട്രാക്ഷന് പോവുകയും ചെയ്യാം. അതാണ് ഒരു സംവാദത്തിൻ്റെ രീതി. മീഡിയ പേഴ്സൺസിൻ്റെ മീറ്റിംഗ് അവിടെ വിളിച്ചിരുന്നു, രാജ്ഭവനിൽ വിളിച്ചിരുന്നു. അപ്പോൾ അതൊരു ഭാഗത്ത് ഗുരുമൂർത്തിയെ പോലുള്ള ആളുകൾ പങ്കെടുത്ത ഓർമ്മയില്ലേ സംവാദങ്ങളൊക്കെ, ബൗദ്ധികമായ സംവാദങ്ങൾ നടന്നിരുന്നു. അതൊരു നല്ല വഴിയാണ്. ഇത് നടത്തുമ്പോൾ തന്നെ അദ്ദേഹം ചെയ്തൊരു പണി, നേരത്തെ പ്രേമം പറഞ്ഞതുപോലെ കേരളത്തിലെ MP-മാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് കേരള ഗവൺമെൻറ്റിന് വേണ്ടി കേന്ദ്രത്തോട് പറയാനുള്ളത് പറയാൻ ഗവർണർ മുൻകൈ എടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ വില കൂടുതലാണല്ലോ, അതിൻ്റെ ഒരു സ്ട്രെസ്സും കൂടുതലുണ്ട്. അതും അദ്ദേഹം മുൻകൈ എടുത്തു. അപ്പോൾ കേരളത്തിന് വേണ്ടി ചെയ്യേണ്ടത് ചെയ്തുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും, അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും കേരളം ഭരിക്കുന്ന പാർട്ടിയും തമ്മിൽ നടക്കേണ്ട രാഷ്ട്രീയ സംവാദങ്ങൾക്ക് അദ്ദേഹം മുൻകൈ എടുത്തു. അത് പോസിറ്റീവാണ്. അതിനിടയിൽ വന്നുപോയത്, അതിനിടയിൽ ഉയർന്നു വന്ന ചില സംവാദങ്ങൾ ഈ കേരളത്തിന് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ പിണറായി വിജയൻ്റെ കാലം വന്നപ്പോൾ മാർസിസം പോലും ഒരു സംവാദത്തിനോട് അപാരമായ അസഹിഷ്ണുത കാണിക്കാൻ തുടങ്ങി. നമുക്ക് വിയോജിപ്പുള്ളവരെ കേട്ടുകൂടാൻ തീരുമാനിക്കുക. ഇപ്പോൾ ഞാനതിന് ഇരയായ ഒരാളാണ്. ഇപ്പോൾ സംഘപരിവാർ വേദികളിൽ സംവാദത്തിന് പോകാനേ പാടില്ല, അവരോട് സംവദിക്കാൻ പാടില്ല. ഞാൻ ബേസിക്കായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇവരോട് ഇടതുപക്ഷത്തോട് ചോദിക്കുന്നുണ്ട്. ആരോടാണ് സംവാദം വേണ്ടത്? വിയോജിക്കുന്നവരോടല്ലാതെ എന്ത് സംവാദം? ഞാൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന എൻ്റെ അനുയായികളോടും അനുഭാവികളോടും ഞാൻ നിരന്തരമായി സംവദിക്കുന്നതിൽ എന്ത് സംവദിക്കാനാണുള്ളത്? ചോദ്യങ്ങൾ പോലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സംവാദം വേണ്ടത് വിയോജിക്കുന്നവരോടാണ്. ആ സങ്കല്പത്തിനെതിരാണ് ഇപ്പോൾ പുതിയ കാലത്തെ CPM. അതുകൊണ്ടാണ് സംവാദങ്ങളെ അവർ ഭയപ്പെടുന്നത്. സംവാദങ്ങളെ ഭയപ്പെട്ടതുകൊണ്ടാണ് ഈ ഗവർണർ മുൻകൈ എടുത്ത് ഉയർത്തിക്കൊണ്ടുവന്ന ചില ഇഷ്യൂസ്. ഇപ്പോൾ രാജ്ഭവനിൽ വെച്ച് പരിസ്ഥിതി ദിനം കൊണ്ടാടുമ്പോൾ അവിടെ ഭാരത് മാതായുടെ ഈ ഭാരതാംബയുടെ ചിത്രം വെക്കുന്നു. അതിൽ പുഷ്പാർച്ചന നടത്താൻ അദ്ദേഹം തീരുമാനിക്കുന്നു. വേണമെങ്കിൽ പുഷ്പാർച്ചന നടത്തിക്കൊള്ളട്ടെ എന്ന് വെക്കാം, അദ്ദേഹം നടത്തിക്കൊള്ളട്ടെ. മന്ത്രിമാർക്ക് പങ്കെടുക്കാൻ അത് പുഷ്പാർച്ചന വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഭാരത് മാത എന്ന സങ്കല്പത്തെ, ഭാരതാംബ എന്ന സങ്കല്പത്തെ പ്രകൃതീശ്വരിയായി കാണാം. ഭാരതീയ വിശ്വാസത്തിൽ ഇന്ത്യൻ ഫിലോസഫിയിൽ ദേവി എന്ന് പറയുന്നത് പ്രകൃതിയാണ്, ആണും പെണ്ണുമല്ല, പ്രകൃതിയാണ്. അപ്പോൾ പ്രകൃതിയെക്കുറിച്ച് സംസാരിക്കാം, പഞ്ചഭൂതങ്ങളെക്കുറിച്ച് സംസാരിക്കാം, പ്രകൃതിയുടെ പ്രാധാന്യത്തിന് ഇന്ത്യൻ സംസ്കാരം നൽകുന്ന ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറയാം. അങ്ങനെ ഒരു സംവാദാത്മകമായി അത് മാറ്റിയെടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതിന് പകരം P. പ്രസാദ് എന്ന ഷോവനിസ്റ്റ്, അദ്ദേഹത്തിന് ആകെ അറിയാവുന്ന പണി ഈ ഒരു തരം മീഡിയ മാനിയാണ്. അതിലപ്പുറത്ത് ഒരു ഗൗരവവും ഇല്ല. മാത്രമല്ല അഡ്മിനിസ്ട്രേറ്റർ അല്ല, ഭരണം മഹാപരാജയമാണ്, ഒക്കെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇങ്ങനെ ഈ ഒക്കെ ഷോ ആണല്ലോ, അദ്ദേഹത്തിൻ്റെ മൊത്തം ജീവിതം അങ്ങനെയാണ്. 5000 രൂപയുടെ ഷർട്ട് ഇടാൻ അദ്ദേഹത്തിന് മടിയില്ല, പക്ഷെ 50 രൂപയുടെ ചെരുപ്പേ ഇടൂ, അത് ആളുകളെ കാണിക്കും. അങ്ങനെയൊക്കെയുള്ള രീതിയാണ്. അപ്പോൾ അത്തരം ഒരു രീതിയിലേക്ക് പോയപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് കാണിച്ച അസഹിഷ്ണുതയാണ് സത്യത്തിൽ അത് യൂണിവേഴ്സിറ്റി തലത്തിലേക്കും ഗവർണർ VC തുടങ്ങിയ ഇഷ്യൂവിലേക്കും വന്നത്. യൂണിവേഴ്സിറ്റിയെ ഒരുമാതിരി ഒരു പോർക്കളമാക്കി മാറ്റി. SFIയെ കയറൂരി വിട്ടു. സത്യത്തിൽ പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല, പൊളിറ്റിക്കൽ ഇഷ്യൂ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കേണ്ട ഒരു വിദ്യാർത്ഥി പ്രശ്നമേ അല്ല. എന്താണ് ഗവർണറുടെ അല്ലെങ്കിൽ എന്താണ് ചാൻസലറുടെ അധികാരം, എന്താണ് ചാൻസലറുടെ അധികാരം, എന്താണ് വൈസ് ചാൻസലറുടെ അധികാരം, എന്താണ് വൈസ് ചാൻസലറുടെ അധികാരം എന്നതൊക്കെ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അത് അവർ തമ്മിലിരുന്ന് 4 പേരിരുന്ന് പരിഹരിക്കേണ്ടതാണ്. അതിന് പകരം അത് കുട്ടികൾക്ക് ഗവർണറെ തടയുക, ഒരു ഭരണകൂടത്തിൻ്റെ തലവനെ തടയാനാണ് പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്താ വെച്ചാൽ SFIക്കാർക്ക് നല്ല ശീലമാണ് പ്രിൻസിപ്പലിൻ്റെ കസേര കത്തിക്കുക, അത്തരത്തിലുള്ള നിലപാടൊക്കെ എടുത്ത് ശീലമുള്ളതുകൊണ്ട്, ഈ ഗുരുത്വം എന്ന് പറയുന്നതിനെ അട്ടിമറിച്ചൊരു ശീലമുള്ളതുകൊണ്ട് അവരത് ഏറ്റെടുക്കുന്ന. സത്യത്തിൽ അത് വലിയ തോതിലുള്ള അട്ടിമറിയായിരുന്നു. അത് സംസ്കാരത്തിലെ നമ്മുടെ രാഷ്ട്രീയ ശീലങ്ങളുടെ ഒക്കെ ഒരു അട്ടിമറിയായിരുന്നു. ഇപ്പം എന്തായാലും ഒരു നടക്കേണ്ടത് ഇപ്പോൾ ലേറ്റായിട്ടായെങ്കിൽ നടക്കാൻ പോകുന്നു എന്നാണ് വാർത്ത. മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ യോഗത്തിന് വേണ്ടി ഡൽഹിയിലുണ്ട്, കേരള ഹൗസിലുണ്ട്. അവിടെ തന്നെയാണ് വ്യക്തിപരമായ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് പാർട്ടിയുമായി ചർച്ച ചെയ്യാനോ കേന്ദ്ര ഗവൺമെൻറ്റിൽ ആരെയും സന്ദർശിക്കാനോ ഒക്കെ ആയിരിക്കാം അദ്ദേഹവും അവിടെ ഉണ്ട്. പക്ഷേ അദ്ദേഹം പുറംതിരിഞ്ഞ് നിൽക്കുന്നില്ല. മുഖ്യമന്ത്രിയെ കാണാത്തതുപോലെ ആ മുറിയുടെ ഭാഗത്തേക്ക് തന്നെ നോക്കാതെ ഒന്നും പോയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ രീതിയല്ല. അദ്ദേഹം KV തോമസിനെ കാണും. KV തോമസ് മുൻകൈ എടുത്ത് രണ്ടുപേരെ അദ്ദേഹത്തിൻ്റെ KV തോമസിൻ്റെ മധ്യസ്ഥതയിൽ
ഗവർണറെയും മുഖ്യമന്ത്രിയും ഒന്ന് ഒരുമിച്ചിരുത്തിയാൽ പല കാര്യങ്ങളുണ്ട്. ഈ ഈ ഈ കോലാഹലം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ മുഖ്യമന്ത്രിക്കും താല്പര്യം ഉണ്ടാവില്ല. കാരണം അവരിപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുക, 2 തെരഞ്ഞെടുപ്പുകളെ തുടർച്ചയായിട്ട് നേരിടാൻ പോവുകയാണ്. മാത്രമല്ല ആർലേക്കർക്കും ആശയ സംവാദത്തെ ആശയതലത്തിൽ നിർത്താനേ താല്പര്യം ഉണ്ടാവുള്ളൂ. അത് തെരുവിലേക്ക് എടുക്കാനൊന്നും അദ്ദേഹവും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഈ ഈ ഒരു ചർച്ച നല്ലതാണ്. തീർച്ചയായിട്ടും അത് തീരുമാനം ഉണ്ടാവാനാണ് സാധ്യത. ചർച്ച ഉണ്ടായാൽ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ പിറ്റേന്ന് അതിനെതിരായി പ്രവർത്തിക്കാനും സാധ്യതയില്ല. ആർലേക്കർ കുറെ കൂടി സംസ്കാരത്തോടെയും കുറെ കൂടി മാന്യതയോടെയും ഒരു ജെന്റിൽമാൻ എഗ്രിമെന്റിലേക്ക് എത്താനാണ് സാധ്യത. കാരണം രണ്ടു കൂട്ടർക്കും ഇപ്പോൾ അത് ആവശ്യമുണ്ട്. കാരണം ഗവർണർക്ക് സമാധാനപൂർവ്വം ആശയ സംവാദം നടത്തണം. മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഈ സമയത്ത് ഗവർണറോട് ഫൈറ്റ് ചെയ്യല്ല വേണ്ടത്, പ്രതിപക്ഷത്തോട് ഫൈറ്റ് ചെയ്ത് ജയിക്കുകയും വേണം. നല്ലൊരു അന്തരീക്ഷം വരട്ടെ. അത് കേരളത്തിന് ഗുണം ചെയ്യും നമുക്ക് പ്രതീക്ഷിക്കാം.